പേനയെ ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലാണല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ കാലഘട്ടത്തിലെ കമ്പ്യൂട്ടർ യുഗത്തിൽ ഈ ഖുർആൻ വാക്യങ്ങൾ എത്രത്തോളം പ്രസക്തമാകുന്നു? പേന എന്ന് പറയുമ്പോൾ, ഖലം എന്ന് പറയുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്നത് നമ്മൾ മലയാളത്തിൽ തൂലിക എന്നെല്ലാം പറയുമ്പോൾ വിവക്ഷിക്കുന്നത് പോലെയുള്ള എന്തൊക്കെയോ എഴുത്തുപകരണങ്ങളായിരുന്നു. എന്നാൽ എഴുത്തുപകരണങ്ങൾക്ക് ഒരുപാട് പരിണാമങ്ങളുണ്ടായി. അത് വന്ന് പേനയുടെ തന്നെ പുതിയ പുതിയ ഘട്ടങ്ങളുണ്ടായി, പുതിയ രൂപങ്ങളുണ്ടായി. എന്നാൽ ഇലക്ട്രോണിക് യുഗത്തിൽ പേന എന്ന വസ്തു ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ പേന കൊണ്ട് എന്താണോ ചെയ്തിരുന്നത് അത് നമ്മുടെ വിരലുകൾ ഉപയോഗിച്ച്, നമ്മുടെ കൈ ഉപയോഗിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെയും പേന ഉപയോഗിക്കാൻ അള്ളാഹു നമുക്ക് നൽകിയ ആ അനുഗ്രഹം, ആ ഒരു പടച്ചവന്റെ ഔദാര്യം, അതിനെ വികസിപ്പിച്ചെടുക്കുകയല്ലാതെ മറ്റൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഒരു വിരൽ കൊണ്ട് പിടിച്ച് പേന എഴുതിയിരുന്നതിന് പകരം 10 വിരലുകളും ഉപയോഗപ്പെടുത്തി നമ്മൾ ആലേഖന വിദ്യ നിർവഹിക്കുന്നു, എഴുത്ത് വിദ്യ നിർവഹിക്കുന്നു. അത്രേ വ്യത്യാസമുള്ളൂ. നമ്മൾ ആലേഖന വിദ്യ ഇന്ന് കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ പേന കൊണ്ട് ഇങ്ങനെ പിടിച്ചെഴുതിയതിന് പകരം ഈ വിരലുകൾ 2 കൈകളിലെയും 10 വിരലുകൾ ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്നു. അത് തന്നെ ആലേഖന വിദ്യ. ഇവിടെ പേന കൊണ്ട് പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആലേഖന വിദ്യ പഠിപ്പിച്ചു എന്നാണ് അർത്ഥമാക്കുന്നത്. അതിനിയും ചിലപ്പോൾ പുതിയ പുതിയ മാർഗങ്ങളിലൂടെ, പുതിയ പുതിയ രീതികളിലുണ്ടാകാം, പുതിയ പുതിയ ഗവേഷണങ്ങൾ ഉണ്ടാകാം. ഏതായിരുന്നാലും അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന വിദ്യയാണ് പേന കൊണ്ട് പഠിപ്പിച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വിദ്യ പുതിയ പുതിയ ഭാവങ്ങളിൽ കടന്നു വന്നാലും അള്ളാഹു നൽകിയ ഈ അനുഗ്രഹത്തിന്റെ, ഈ ഇക്റാമിന്റെ അഥവാ ഔദാര്യത്തിന്റെ ഭാഗം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക.